വിശ്വാസനായകന പൂർത്തി വരുത്തുന്നിൻ യേശുവിങ്കൽ വചനപാത വചനപാത വചനപാത. യേശുക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. വീണ്ടും ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാനും വചനം കേൾക്കുവാനും നമുക്ക് കൂടെ കൂടെ കിട്ടുന്നതായ അവസരങ്ങൾക്കായി ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവത്തിൻ്റെ വചനം കിട്ടാത്ത ഒരു കാലം ഒന്ന് ഓർത്തു നോക്കൂ. അതുകൊണ്ടല്ലേ ആമോസ് പ്രവാചകൻ പറഞ്ഞത്, അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്ത് അയക്കുന്ന നാളുകൾ വരുന്നു എന്ന് ആ പ്രവാചകൻ്റെ നാവിലൂടെ ദൈവം അരുളി ചെയ്യുന്നു. ഇന്ന് വചനം കിട്ടുന്നു, മാധ്യമങ്ങൾ തുറന്നാൽ ധാരാളം ദൈവത്തിൻ്റെ വചനം കിട്ടുന്നു. എന്നാൽ ഇതെല്ലാം നിന്നു പോകുന്ന ഒരു കാലം നാം ചിന്തിച്ചിട്ടുണ്ടോ? എന്തിന് ഈ ബൈബിൾ പോലും നമ്മുടെ കയ്യിൽ വീട്ടിലോ സൂക്ഷിക്കാൻ പറ്റാത്തൊരു കാലം വന്നാൽ? പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ വചനം നാം ധാരാളം നമ്മുടെ ഉള്ളിൽ സംഗ്രഹിച്ചു വയ്ക്കുക. അതുകൊണ്ടാണ് ശലോമോൻ പറഞ്ഞത്, ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞത്, ഉറുമ്പ് ബലഹീന ജാതിയെങ്കിലും അത് വേനൽക്കാലത്ത് തനിക്കുള്ള ആഹാരം സമ്പാദിച്ചു വയ്ക്കുന്നു. ഉറുമ്പ് ഒരു ബലഹീന ജാതിയാണ്. ഈ ലോകത്തെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു ഉറുമ്പ് പോകുന്നത് കണ്ടിട്ട് എന്ത് ഭംഗിയുള്ള ഉറുമ്പ് എന്ന് പറയുന്നത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉറുമ്പിനെ കാണാൻ ആരെങ്കിലും മൃഗശാലയിൽ പോകാറുണ്ടോ? ദൈവ സൃഷ്ടികളിൽ ഏറ്റവും ബലഹീനമായ ജാതിയാണ് ഉറുമ്പ്. എന്നാൽ ആ ഉറുമ്പിനെ വേദവസ്തങ്ങൾ എടുത്തു പറയുകയാണ്, ഉറുമ്പ് ബലഹീന ജാതി എങ്കിലും അത് വേനൽക്കാലത്ത് നല്ല തെളിമയുള്ള, പുറത്തിറങ്ങാൻ കുഴപ്പമില്ലാത്ത എല്ലാ സാഹചര്യമുള്ള കാലത്ത് അത് തനിക്കുള്ള ആഹാരം സമ്പാദിച്ചു വയ്ക്കുന്നു. എന്തിന്? ഒരു മഴക്കാലം വരുന്നുണ്ട്, ഒരു ക്ഷാമകാലം വരുന്നുണ്ട്. ആ ക്ഷാമകാലത്ത് എനിക്ക് ആഹാരം എടുത്ത് ഭക്ഷിക്കാമല്ലോ. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് നല്ല ആരോഗ്യത്തോടെ വണ്ടി ഓടിച്ച് നാം പ്രാർത്ഥനാ യോഗങ്ങളിൽ പോകുന്നു, ജോലിക്കായി പോകുന്നു. എന്നാൽ ഒരു വീൽ ചെയറിലാകാൻ, ഒരു ICUവിലാകാൻ, ഒരു ആശുപത്രിയുടെ 4 ചുമരുകൾക്കുള്ളിലായി പോകാൻ എത്ര കാലം വേണം? ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ യേശുക്രിസ്തുവാകുന്ന ഈ സമ്പത്തില്ലെങ്കിൽ അപ്പോൾ നമുക്ക് പരിഭവങ്ങൾ വരും, പാരവശ്യങ്ങൾ വരും, വെപ്രാളം വരും, മടുപ്പ് വരും, നിരാശ വരും. യേശുവിനെ നോക്കാൻ സാധിക്കാതെ ഈ ലോക സാഹചര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ നാം മടുത്തു പോകും. എന്നാൽ ബുദ്ധിമാനായ മനുഷ്യൻ തനിക്ക് കിട്ടുന്ന കാലത്തെല്ലാം വചനം ധാരാളം സമ്പാദിച്ചു വയ്ക്കുക. പ്രിയപ്പെട്ടവരെ, നാം ഒരു നല്ല ശക്തിയുള്ളൊരു മരുന്ന് കഴിച്ചാൽ മതി, നാഡീ ഞരമ്പുകളെല്ലാം തളർന്ന് നമുക്ക് ആകെ ഒരു മരവിച്ച അവസ്ഥ പോലെ ആകും. അപ്പോൾ ചിലപ്പോൾ ഒരു വാക്യം ഓർക്കാൻ പറ്റിയെന്ന് വരികയില്ല, നമുക്ക് പ്രത്യേകിച്ചൊന്നും ജാഗരിക്കാൻ പറ്റിയെന്ന് വരികയില്ല. പക്ഷേ നമ്മുടെ ഉള്ളിൽ ബുദ്ധിയും ശക്തിയും ആരോഗ്യവും സുബോധമുള്ള കാലം സമ്പാദിച്ചതായ ദൈവസ്നേഹം ഉള്ളിലിരിക്കണം. ദൈവത്തിന് സ്തോത്രം. അതിന് വ്യക്തമായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ട കാലങ്ങളാണ് ഈ കാലങ്ങൾ. വേദവസ്തത്തിലെ ഒരു ദൈവ വൈതലിൻ്റെ ഒരു തീരുമാനത്തെക്കുറിച്ച് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായം 35-ാം വാക്യം. യഹോവയോട് ഞാൻ പറഞ്ഞുപോയി, എനിക്ക് പിന്മാറിക്കൂടാ. ഇത് കേട്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. വേദവസ്തത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ യിഫ്താഹ് എന്ന് പറയുന്നതായ ഒരു ദൈവ പൈതൽ ദൈവത്തോട് പറയുന്ന വാക്കാണ്, യഹോവയോട് ഞാൻ പറഞ്ഞുപോയി. പറയുന്നത് സ്വന്തം മകളോടാണ്. കാരണം യിഫ്താഹ് ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുത്തിരുന്നു. ഞാൻ അമ്മോന്യരെ യുദ്ധം ജയിച്ചു വരുമ്പോൾ എന്നെ എതിരേൽക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും ഞാൻ അതിനെ യഹോവയ്ക്ക് ഹോമയാഗം കഴിക്കും. യിഫ്താഹ് യുദ്ധം ജയിച്ചു വരുമ്പോൾ ദൂരേന്ന് അപ്പൻ യുദ്ധം ജയിച്ചു വരുന്നത് അറിഞ്ഞ് മോള് തപ്പോടും കിന്നരത്തോടും കൂടി അപ്പനെ എതിരേൽക്കാൻ വരുന്നു. യിഫ്താഹിന് ഈ ഒറ്റ മോളേ ഉള്ളൂ, വേറെ മോനുമില്ല, വേറെ മകളുമില്ല. അത് കണ്ടപ്പോൾ യിഫ്താഹ് പറയുന്ന വാക്കാണ് 11:35.
അവളെ കണ്ടയുടനെ അവൻ തൻ്റെ വസ്ത്രം കീറി, അയ്യോ എൻ്റെ മകളെ, നീ എൻ്റെ തല കുനിയിച്ചു, നീ എന്നെ വ്യസനിപ്പിക്കുന്നവരുടെ കൂട്ടത്തിലാക്കിയല്ലോ. യഹോവയോട് ഞാൻ പറഞ്ഞുപോയി, എനിക്ക് പിന്മാറിക്കൂടാ. ശരിയാണ്, നീ എൻ്റെ തല കുനിയിച്ചു, നീ എന്നെ വ്യസനിപ്പിച്ച് കളഞ്ഞു. കാരണം ഞാൻ ദൈവത്തോട് വാക്ക് പറഞ്ഞിരിക്കുന്നു. ഞാൻ നിന്നെ ഹോമയാഗം കഴിച്ചാൽ, നിന്നെ ദൈവത്തിന് വേണ്ടി വേർതിരിച്ച് കഴിഞ്ഞാൽ, ഞാൻ പിന്നെ എൻ്റെ തലമുറ ഇല്ലാതായി പോകും. കാരണം ഇവൾക്ക് പിന്നെ ഒരു വിവാഹമില്ല, എനിക്ക് വേറെ മക്കളുമില്ല. ഈ ഇബ്താഹ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ കുലം അതോടുകൂടി അവസാനിക്കും. എനിക്കത് വ്യസനമാണ്, എൻ്റെ തല കുനിഞ്ഞു പോകും. പക്ഷെ സാരമില്ല, ലോക മനുഷ്യൻ്റെ മുമ്പിൽ തല കുനിഞ്ഞു പോയാലും, ഈ ലോകത്തിൽ പ്രതിഫലങ്ങൾ കിട്ടിയില്ലെങ്കിലും, ഞാൻ ജീവനുള്ള ദൈവത്തോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. യഹോവയോട് ഞാൻ പറഞ്ഞു പോയി, എനിക്ക് പിന്മാറിക്കൂടാ. ഞാൻ യേശുവിനെ പിൻപറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇനി എനിക്ക് പുറകോട്ട് പോകാൻ സാധിക്കുകയില്ല. ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്, നോട്ട് ടേണിംഗ് ബാക്ക്. ഇനി പുറകോട്ടില്ല. പ്രിയപ്പെട്ടവരെ, നാം നമ്മെ തന്നെ ഇന്ന് ശോധന ചെയ്യേണ്ട സമയമാകുന്നു ഇപ്പോൾ. ഇവിടെ എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ ആളുകൾ, നിങ്ങൾ എത്രയോ പേര്, ഞാൻ ഉൾപ്പെടെ 31 കൊല്ലമായി ഞാൻ മാനസാന്തരപ്പെട്ടിട്ട്, ഈ 31 കൊല്ലത്തിനിടയിൽ ആയിരക്കണക്കിന് പ്രാർത്ഥനായോഗങ്ങൾ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, അനേകം പ്രാർത്ഥനായോഗങ്ങൾ നടത്തിയിട്ടുണ്ട്, ജനത്തെ കൊണ്ട് തീരുമാനം പറയിപ്പിച്ചിട്ടുണ്ട്, ഞാനും ജനക്കൂട്ടത്തിൽ നിന്ന് തീരുമാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ യഹോവയോട് ഞാൻ പറഞ്ഞു പോയ ആ തീരുമാനങ്ങൾ അത് ഞാൻ പാലിച്ചിരുന്നെങ്കിൽ, ഞാൻ നിവർത്തിച്ചിരുന്നെങ്കിൽ, ഇന്ന് ഞാൻ ആരായിരുന്നേനെ? പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും ഒരു വലിയൊരു പവർ ഹൗസ് പോലെ ആയിരുന്നേനെ. പവർ ഹൗസ്, വലിയൊരു ശക്തി കേന്ദ്രം. എന്നാൽ ദൈവത്തോട് വാക്ക് പറഞ്ഞു, പുറത്തേക്ക് ഇറങ്ങി. കഴിഞ്ഞ ദിവസം ആരോ എന്നോട് പറഞ്ഞു, ഒരു അരമണിക്കൂറങ്ങ് കഴിയുമ്പോഴേക്കും, പ്രാർത്ഥനായോഗത്തിന് വന്നു, പക്ഷേ ഒരു അരമണിക്കൂറങ്ങ് കഴിയുമ്പോഴേക്കും ചില സങ്കടങ്ങൾ, ആ സങ്കടങ്ങൾ ദൈവസന്നിധിയിൽ പറഞ്ഞതാണ്. തീരുമാനങ്ങൾ ദൈവത്തോട് പറഞ്ഞതല്ലേ? തീർച്ചയായിട്ടും പറഞ്ഞതാണ്. പാപത്തോട് യാത്ര പറഞ്ഞതാണ്. എങ്കിലും പാപത്തിൻ്റെ ഓളങ്ങൾ വന്ന് തള്ളിയപ്പോൾ, എൻ്റെ മുമ്പിലുള്ളതായ പ്രശ്നങ്ങൾ ഓർത്തപ്പോൾ, ഞാൻ ആരോട് പറഞ്ഞു, ആരോട് വാക്ക് പറഞ്ഞു, ആരെന്നോട് വാക്ക് പറഞ്ഞു എന്നുള്ളത് നാം മറന്നു പോകുന്നു. പക്ഷെ ഞാൻ നിങ്ങൾ പറയട്ടെ, സാരമില്ല, സങ്കടപ്പെടണ്ട. നാം മനുഷ്യരാണല്ലോ. നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ലല്ലോ അവൻ, യേശുക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. നമ്മളോട് സഹതാപം കാണിക്കുന്ന ദൈവം. ദൈവത്തോട് പറയുക, കർത്താവേ, ഞാൻ യഹോവയോട് ഇന്ന് പറയുകയാണ്, ഞാൻ ദൈവത്തോട് വാക്ക് പറയുന്നൊരനുഭവമുണ്ട്, ദൈവം എന്നോട് വാക്ക് പറയുന്നൊരനുഭവമുണ്ട്. സ്തോത്രം. ദൈവം എന്നോട് വാക്ക് പറയുക. പ്രിയപ്പെട്ടവരെ, ഈ ദൈവിക വാഗ്ദത്തങ്ങൾ മുഴുവൻ എനിക്കുള്ളതാണ്. ഈ വാഗ്ദത്തങ്ങൾ നാം സ്വന്തമാക്കുന്നവരായിരിക്കണം, വിശ്വാസത്താൽ സ്വന്തമാക്കുന്നവരായിരിക്കണം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. യഹോവയോട് ഞാൻ പറഞ്ഞുപോയി, യേശുവിനോട് ഞാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് എളിമയോട് ചോദിക്കട്ടെ, യേശുവിനോട് പറഞ്ഞു എന്ന് പറയത്തക്കവണ്ണം പ്രാഗൽഭ്യമുള്ള എത്ര പേര് വാക്കുകൾ കേൾക്കുന്നുണ്ട്? ഏതോ ഒരു കാലത്ത്, ഏതോ ഒരു സമയത്ത് ഞാൻ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ യേശുവിനോട് ഞാൻ പറഞ്ഞു, യേശുവേ, ഇന്നു മുതൽ ഞാൻ നിന്റെ വക എന്ന്. യേശുവിനോട് ഞാൻ പറഞ്ഞു, യേശുവേ, നിന്നെ രക്ഷിതാവും കർത്താവുമായി ഞാൻ സ്വീകരിക്കുന്നുവെന്ന്. അങ്ങനെ യേശുവിനോട് ഞാൻ ഒരിക്കലായി പറഞ്ഞു എന്ന് ഉറപ്പുള്ള എത്ര പേര് വാക്കുകളെ കേൾക്കുന്നുണ്ട്? ഇന്ന് നമ്മുടെ പൗരോഹിത്യ സഭകളിൽ തലോട്ടപ്പനോ തലോട്ടമയോ ആ മാമോദീസ എന്നതായ ഔദാസികമായ ചടങ്ങിൽ പിശാചിനെ ഉപേക്ഷിക്കുന്നു, മശിയ തമ്പുരാനെ എൻ്റെ രക്ഷിതാവ് കർത്താവുമായി സ്വീകരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ പറഞ്ഞവരറിയുന്നില്ല, കുഞ്ഞുങ്ങളും അറിയുന്നില്ല, എല്ലാം ചടങ്ങ് പോലെ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ നാവെടുത്ത് ഒരു ദിവസം യേശുവിനോട് പറഞ്ഞേ പറ്റൂ, കർത്താവേ, ഞാൻ ഇന്നു മുതൽ നിൻ്റെ വക എന്ന്. ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാം വന്നാലും, എന്തെല്ലാം സാഹചര്യം വന്നാലും
ഞാൻ നിന്നോട് പറഞ്ഞ വാക്ക്. ഇനി മദ്യത്തിലേക്കില്ല എന്ന് പറഞ്ഞാൽ ഇല്ല, ഇനി സിനിമയിലേക്കില്ല എന്ന് പറഞ്ഞാൽ ഇല്ല, ഇനി പ്രേമത്തിലേക്കില്ല എന്ന് പറഞ്ഞാൽ ഇല്ല, വിട്ടു. പ്രിയപ്പെട്ടവരെ, ഇനി നുണ പറയില്ല എന്ന് പറഞ്ഞാൽ അത് വിട്ടു. ഈ ഹൃദയം മുഴുവൻ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ മുഴുവൻ നിറഞ്ഞ് ജീവിക്കാൻ പാപത്തോടെ ഞാൻ യാത്ര പറയുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ വാക്ക് ഞാൻ പാലിക്കുന്നു. അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ തീരുമാനം പറയുന്നവരോട് ദൈവം സംസാരിക്കും, ദൈവം വാക്ക് പറയും. പ്രിയപ്പെട്ടവരെ, അനേകര് പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥനാ വിഷയങ്ങളുമായി നമ്മുടെ അടുക്കൽ വരാറുണ്ടല്ലോ. വെറുതെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? എന്താണ് ക്രിസ്തീയ ജീവിതം? എന്താണ് സമർപ്പണ ജീവിതം? ദൈവം ആരുടെ പ്രാർത്ഥനയാണ് കേൾക്കുന്നത്? എങ്ങനെയും ജീവിച്ചിട്ട് ഒരു ദിവസം ഓടി വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുമോ? എന്നാൽ പാപം വിട്ടുതിരിഞ്ഞ് കർത്താവേ, ഈ നിമിഷം മുതൽ ഞാൻ നിന്നോട് വാക്ക് പറയുന്നു എന്ന് പറയുമ്പോൾ മനസ്സറിയുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. യഹോവയോട് ഞാൻ പറഞ്ഞു പോയി, എനിക്ക് പിന്മാറിക്കൂടാ. അത് പാലിക്കുക അത്ര എളുപ്പമല്ല. പണ്ട് യോശുവയുടെ പുസ്തകം 24 അധ്യായം 15 വാക്യത്തിൽ യോശുവ തൻ്റെ മുമ്പിൽ നിൽക്കുന്നതായ ലക്ഷക്കണക്കിന് ആളുകളോട് അഭിസംബോധന ചെയ്ത് പറയുകയാണ്, യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നദിക്കക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിലെ ദേവന്മാരെയോ അമോര്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കുമെന്ന് ഇന്ന് തിരഞ്ഞെടുത്തുകൊള്ളുവീൻ. ഇന്ന് തിരഞ്ഞെടുക്കാം. ആരെ സേവിക്കുമെന്ന് ഇന്ന് തിരഞ്ഞെടുക്കാം. ഇന്നലകൾ പോട്ടെ, ഇന്ന് നിങ്ങളുടെ മുന്നിൽ സമയം തരികയാണ്. എന്നിട്ട് യോശുവ പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ദൈവത്തിന് സ്തോത്രം. തലമുറകൾ പ്രകമ്പനം കൊണ്ട ഒരു സമർപ്പണമായിരുന്നത്. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. നമുക്കിപ്പോൾ ദൈവത്തോട് പറയാം, കർത്താവേ, ഞാനും എൻ്റെ ഒരു ചെറിയ കുടുംബവുമുണ്ട്. അപ്പനുണ്ട്, അമ്മയുണ്ട്, എൻ്റെ ഭാര്യയുണ്ട്, മക്കളുണ്ട്, എൻ്റെ വീട്ടിൽ വിവാഹം കഴിച്ചു വന്ന മക്കളുണ്ട്. എൻ്റെ കർത്താവേ, എല്ലാവരും ഒരുമിച്ച് യഹോവയെ സേവിക്കുന്ന, യേശുവിനെ സേവിക്കുന്ന അനുഗ്രഹീതമായ കുടുംബത്തിൻ്റെ ഒരു ഗ്രഹനാഥിയാവാൻ എനിക്ക് കൃപ തരണമേ. കർത്താവേ, ഇനി പഴയകാല ദേവന്മാരെ സേവിക്കാൻ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ക്രിസ്ത്യാനിയെ ജനിച്ച മനുഷ്യനല്ല. എൻ്റെ ദൈവമേ, എൻ്റെ തലമുറ അല്ലെങ്കിൽ എൻ്റെ മക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അന്യദേവന്മാരെയോ ദേവിമാരെയോ സേവിക്കാൻ പോകുന്നത് കണ്ടാൽ അയ്യോ, അതെന്തൊരു വേദനയാണ്. കർത്താവേ, അത് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഒരാൾ തീരുമാനിക്കുന്നു, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ജനം പറഞ്ഞു, അയ്യോ, ഞങ്ങൾക്ക് പഴയ ദേവന്മാരെയോ ദൈവമാരെയോ സേവിക്കാൻ ഇടവരില്ലേ? ഞങ്ങളും യഹോവയെ സേവിക്കും. പക്ഷെ ജനത്തിൻ്റെ ഹൃദയത്തിൻ്റെ ചായ്വ് അറിയാവുന്ന യോശുവ പറഞ്ഞു, നിങ്ങൾക്കത് സാധിക്കുന്ന കാര്യമല്ല, നിങ്ങളെ കൊണ്ട് കഴിയില്ല. എന്തിനു പറയുന്നു? ഏതാനും നാൾ കഴിഞ്ഞപ്പോഴേക്കും ഈ പറഞ്ഞ ജനം തന്നെ വിഗ്രഹങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി. പ്രിയപ്പെട്ടവരെ, ആവേശത്തിന് തിരത്തള്ളലിൽ പറയേണ്ടതല്ല സമർപ്പണം. എന്നെക്കൊണ്ട് സാധിക്കുമോ? എൻ്റെ കയ്യിൽ 10 ലക്ഷം രൂപയുണ്ട്. ഈ 10 ലക്ഷം രൂപയുമായി 10 നില കെട്ടിടം പണിയാൻ എന്നെക്കൊണ്ട് സാധിക്കുമോ? ഇരുന്ന് കണക്ക് കൂട്ടി നോക്കണം. ഞാൻ ആരാണ്? എൻ്റെ സാഹചര്യം എന്താണ്? ഞാൻ ജോലി ചെയ്യുന്നത് എവിടെയാണ്? ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടെന്താണ്? എൻ്റെ പള്ളി ഏതാണ്? എൻ്റെ കർത്താവേ, ഞാൻ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ഓരോന്ന് ആലോചിച്ച് എന്ത് വന്നാലും ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കുമോ? ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. അത് വളരെ വളരെ വിലയേറിയതാണ്, വിലപ്പെട്ടതാണ്, ബിറ്റ് കോസ്റ്റ്ലിയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇത്താഹ് ആരായിരുന്നു? ന്യായാധിപന്മാരുടെ പുസ്തകം 15 അധ്യായം 1 വാക്യം നാം വായിക്കുന്നത് എന്താണെന്നറിയാമോ? ഇഫ്താഹ് ഒരു വേശ്യാപുത്രനായിരുന്നു. ഇഫ്താഹ് ഒരു വേശ്യാപുത്രനായിരുന്നു. ഇഫ്താഹിനെ സ്കൂളിൽ കൊണ്ട് ചേർക്കുകയാണ് അമ്മ. ഒരു ഭാവന പറയുകയാണ്. ഹെഡ് മാസ്റ്റർ ചോദിക്കുന്നു, അമ്മയുടെ പേര് എഴുതി, അപ്പൻ്റെ പേരെന്താണ്? അമ്മ തല താഴ്ത്തി നിൽക്കുന്നു. പറയാൻ പേരില്ല, കാരണം വേശ്യാപുത്രനാണ്. പ്രിയപ്പെട്ടവരെ, വേദോസം പറയുന്നു, ഗിലെയാദിനായ ഇഫ്താഹ് പരാക്രമശാലിയെങ്കിലും വേശ്യാപുത്രനായിരുന്നു. എന്നാൽ വിശ്വാസികളുടെ പട്ടിക എഴുതുമ്പോൾ, എബ്രായലേഖനം 15 അധ്യായം എഴുതുമ്പോൾ പരിശുദ്ധാത്മാവ് എഴുതി വയ്ക്കുകയാണ്, ഇഫ്താഹ്, ദാവീദ്, ശമൂവേൽ മുതലായ പ്രവാചകന്മാരെ കുറിച്ച് എഴുതാൻ സമയം പോരാ, വിവരിപ്പാൻ സമയം പോരാ. വേശ്യാപുത്രൻ ഇന്ന് വിശ്വാസികളുടെ നിരയിൽ നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, പാരമ്പര്യമൊന്നുമില്ല. ഒരു പാരമ്പര്യമൊന്നും നോക്കണ്ട. വലിയ പാരമ്പര്യമാണെങ്കിലും താഴ്ന്ന പാരമ്പര്യമാണെങ്കിലും
പണമോ പാരമ്പര്യമോ സാംസ്കാരിക നിലവാരമോ വിദ്യാഭ്യാസ നിലവാരമോ ഒന്നും ഇതിൽ പങ്കില്ല. ആകെ ഒന്ന് മാത്രം, ദൈവത്തോടുള്ളതായ ബന്ധം. ദൈവത്തിന് സ്തോത്രം. ഇത്താഹ് സമൂഹത്തിൽ വിലകെട്ടവനായിരുന്നു, ആരും മാനിക്കാത്തവനായിരുന്നു, നിന്ദിതനായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ നീതിമാന്മാരെയല്ല വിളിപ്പാൻ വന്നത്, ചുങ്കക്കാരും പാപികളും, അനാഥരെ തേടി വന്ന ക്രിസ്തു, ബലഹീനരെ തേടി വന്ന ക്രിസ്തു, ഏതുമില്ലാത്തതിനെ തേടി വന്ന ക്രിസ്തു, കുലഹീനവും നികൃഷ്ടമായതിനെ തേടി വന്ന ക്രിസ്തു. 1 കൊരിന്ത്യർ 1:29 ഈ പറയുന്നത്. പ്രശംസിക്കാൻ ഒന്നുമില്ലാത്തവരെ തേടി വന്ന ക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. 68-ാം സങ്കീർത്തനത്തിൽ ദൈവം പറയും, ദൈവം തന്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥന്മാർക്ക് പിതാവും വിധവമാർക്ക് ന്യായപാലകനുമാകുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരെങ്കിലും അനാഥരായി വാക്കളെ കേൾക്കുന്നുണ്ടോ? ആരോരുമില്ലാത്ത വാക്കളെ കേൾക്കുന്നുണ്ടോ? കർത്താവേ, എനിക്കാരുമില്ല എന്ന് നിങ്ങൾ പറയാൻ തുടങ്ങിയിട്ടുണ്ടോ? ഞാൻ പലപ്പോഴും, കർത്താവേ, നീ അല്ലാതെ സഹായിപ്പാൻ ആരുമില്ല എന്ന് പറയാൻ എന്നെക്കൊണ്ട് കർത്താവ് സമ്മതിക്കാറില്ല, കർത്താവ് മിണ്ടിക്കാറില്ല. കാരണം അവൻ എന്നോട് പറയും, മകനെ, ഞാൻ നിനക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിന്നോട് വാക്ക് പറഞ്ഞവൻ. എൻ്റെ കർത്താവിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞങ്ങളൊക്കെ ജീവിച്ചു പോകുന്നത് എങ്ങനെയാണ്? യേശു ഉള്ളത് കൊണ്ട്, യേശുവിൻ്റെ സ്നേഹമുള്ളത് കൊണ്ട്, യേശുവിൻ്റെ സാന്നിധ്യമുള്ളത് കൊണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുള്ളത് കൊണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇബ്താഹിൻ്റെ അരികിൽ അന്ന് അവിടുത്തെ മൂപ്പന്മാർ കടന്നു വന്നു. ഇബ്താഹ് എന്ത് ചെയ്തറിയാമോ? ഈ എല്ലാ വിഷയവും പേറിക്കൊണ്ട് ഒരു സ്ഥലത്തേക്ക് ചെന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായം 11-ാം വാക്യം. അങ്ങനെ ഇബ്താഹ് ഗിലെയാദിലെ മൂപ്പന്മാരോടുകൂടെ പോയി ജനമൊക്കെയും അവനെ സേനാപതിയുമാക്കി. ഇബ്താഹ് മിസ്പയിൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ തൻ്റെ കാര്യമെല്ലാം പ്രസ്താവിച്ചു. ദൈവത്തിന് സ്തോത്രം. മൂപ്പന്മാരെല്ലാം പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇബ്താഹ് മിസ്പയിൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ തൻ്റെ കാര്യമെല്ലാം പ്രസ്താവിച്ചു. ദൈവത്തിന് സ്തോത്രം. യഹോവയുടെ ഒരു സന്നിധിയുണ്ട്, യേശുവിൻ്റെ സന്നിധിയുണ്ട്. യേശു സന്നിധാനം എന്നൊരു പാട്ടുണ്ടല്ലോ. അഴലേറും മനസ്സിന് സമാധാനം തരുന്ന യേശു സന്നിധാനം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാം മഹത്വപ്പെടട്ടെ. അവിടെയാണ് നാം യേശുവിൻ്റെ പാദപീഠം കെട്ടിപ്പിടിക്കുന്നത്. അപ്പോഴാണ് ഭക്തനോട് ചേർന്ന് നാം പാടുന്നത്, സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ, സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. കർത്താവേ, ഞാൻ ആ സന്നിധിയിൽ നിന്ന് വസിച്ചോട്ടെ, ആ പാദപീഠം ഞാൻ ചുംബിച്ചോട്ടെ. ഞാൻ ആ പാദപീഠം ചുംബിക്കുമ്പോൾ എൻ്റെ മുടിയിഴയിലൂടെ തഴുകുന്ന, എന്നെ തലോടുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം ഞാൻ അനുഭവിച്ചോട്ടെ. ഇബ്താഹ് മിസ്പയിൽ വെച്ച് എല്ലാം പ്രസ്താവിച്ചു. അത് കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ ഇബ്താഹിന് എന്തൊരു ധൈര്യം! കണ്ണിൽ കൂടെ കുടുകുടേ ഒഴുകിയതായ കണ്ണുനീര് യേശു കണ്ണുനീര് തുടച്ചു മാറ്റുന്നു. നിൻ കൈകൾ എൻ്റെ കണ്ണുനീർ തുടയ്ക്കുന്നത് അറിയുന്നു ഞാൻ എന്ന ആ ഗാനത്തിന് മറ്റൊരു വരിയിൽ പാടും. നിന്റെ കൈകൾ എൻ്റെ കണ്ണുനീർ തുടയ്ക്കുന്നത് ഞാൻ അറിയുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ദൈവവുമായിട്ടുള്ളതായ ബന്ധം വേശ്യാപുത്രനാണെങ്കിലെന്ത്, ഒറ്റപ്പെട്ടു പോയെങ്കിലെന്ത്, ഇന്ന് ഞങ്ങളും പ്രാഗൽഭ്യത്തോടെ പറയും, കുറെ ആക്ഷേപമേറ്റെങ്കിലെന്ത്, കുറെ നിന്നയേറ്റെങ്കിലെന്ത്. പ്രിയപ്പെട്ടവരെ, നന്നായി, എല്ലാം ചവിട്ടി മെതിക്കപ്പെട്ടത് നന്നായി. കാരണം യേശുവിൻ്റെ സന്നിധിയിൽ വസിക്കാനിടയായി, യേശുവിനെ കൂടുതൽ അറിയാനിടയായി. അതുകൊണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി, എല്ലാ കഷ്ടതകൾക്കും നന്ദി, എല്ലാ ആക്ഷേപങ്ങൾക്കും നന്ദി, എല്ലാറ്റിനും നന്ദി. നന്ദി ദൈവമേ, നന്ദി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇബ്താഹ് എല്ലാ യഹോവയോട് പറഞ്ഞു. ജീവനുള്ള ദൈവം ഇബ്താഹിന് വലിയൊരു ജയം കൊടുത്തു. എന്നാൽ ആ ജയത്തിന് ശേഷം ഇബ്താഹ് ദൈവത്തോട് വാക്ക് പറഞ്ഞു, കർത്താവേ, എനിക്ക് എൻ്റെ സമർപ്പണത്തിൽ പിന്നോട്ട് പോകാൻ കഴിയില്ല. യഹോവയോട് ഞാൻ പറഞ്ഞു പോയി, എനിക്ക് പിന്മാറിക്കൂടാ. പിന്നെ ഇബ്താഹിൻ്റെ മകളുടെ ജീവിതം എങ്ങനെയായിരുന്നു? ഈ മകൾ അപ്പനോട് പറഞ്ഞു, അപ്പം വ്യസനിക്കേണ്ട, അപ്പം പറഞ്ഞ വാക്കിനി മാറ്റണ്ട. ഞാനിനി എൻ്റെ ജീവകാലം മുഴുവൻ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവളായി, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവളായിരിക്കും, കന്യകയായി നിൽക്കും. സ്തോത്രം. മനുഷ്യരെ ഹോമയാഗം കഴിക്കാറില്ല. അവളെ ഹോമയാഗം കഴിക്കുക എന്ന് പറഞ്ഞാൽ
ദൈവത്തിന് വേണ്ടി വേർതിരിച്ചു. അവൾ പിന്നെ ജീവകാലം മുഴുവൻ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദൈവത്തോട് ബന്ധത്തിലും കാലം കഴിച്ചു എന്ന് നമുക്ക് വായിക്കാൻ സാധിക്കും. ഇവിടെയാണ് നാം എടുക്കേണ്ടതായ ഒരു തീരുമാനം. ഞാൻ വിവാഹിതനാണ്, നിങ്ങളെന്നെ വിവാഹിതരാണ്. വിവാഹം കഴിക്കുന്നൊന്നും തെറ്റല്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. വിവാഹം കഴിച്ചവരും വിവാഹം കഴിക്കാത്തവരും യൗവനക്കാരും എല്ലാവരും ക്രിസ്തുവിനോട് വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ കന്യകമാരാണ്. ആരുടെ കന്യക? യേശുവിൻ്റെ മണവാട്ടിയാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പറഞ്ഞത്, ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യകയെ ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഞാൻ നിങ്ങളെ ക്രിസ്തുവിന് വേണ്ടി വിവാഹ നിശ്ചയം ചെയ്തതായിരുന്നു. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിങ്ങൾ ക്രിസ്തുവിനോട് വാക്ക് പറഞ്ഞ് ക്രിസ്തുവിന് വേണ്ടി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട് വേർതിരിക്കപ്പെട്ടൊരു വ്യക്തിയായിരുന്നു. എന്നാൽ ഏദൻ തോട്ടത്തിലേക്ക് നുഴഞ്ഞു വന്ന പിശാച് ഹവ്വായുടെ ഹൃദയം തെറ്റിച്ച് കളഞ്ഞതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും വഷളന്മാരുണ്ടോ? ഈ വാക്കുകൾ കേൾക്കുന്ന ഏതെങ്കിലും സ്ത്രീകൾ വഷളത്വത്തിൽ ജീവിക്കുന്നവരുണ്ടോ? പുറമേ ഇല്ലായിരിക്കും, പക്ഷേ ക്രിസ്തുവിനോടുള്ള സ്നേഹം ഹൃദയത്തിൽ വിട്ടുപോയി ഈ ലോകത്തിലെ ത്രസിപ്പിക്കുന്ന സുഖങ്ങൾക്കും മോഹങ്ങൾക്കും സ്ഥാനമാനങ്ങൾക്കും അടിമപ്പെട്ട് ആത്മീയം ഒരു സൈഡായി മാത്രം ജീവിക്കുന്ന, ക്രിസ്തുവിനോടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയ, നിർമ്മലത നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ നോക്കി ദൈവം പറയുന്നു, നീ ഒരു വഷളനായ പുരുഷനാണ്, നീ വഷളത്വത്തിലേക്ക് പോയൊരു സ്ത്രീയാണെന്ന് ദൈവത്തിന് വചനം പറയുന്നു. അറിയാമോ, ഈ അവസ്ഥയിലാണ് കർത്താവ് വരുന്നതെങ്കിൽ, യേശുക്രിസ്തുവിൻ്റെ വരവെങ്കിൽ, നിങ്ങളുടെ മരണമെങ്കിൽ എവിടെ പോകും? എന്തായിരിക്കും അവസ്ഥ? പ്രിയപ്പെട്ടവരെ, മനസ്സ് ഹൃദയം എങ്ങനെ ഇരിക്കുന്നു? ഒരിക്കൽ വാക്ക് പറഞ്ഞു, എന്നിട്ട് വാക്കെവിടെ? സമർപ്പണം എവിടെ? ദൈവത്തോടുള്ള നിർമ്മലത എവിടെ? ഹൃദയത്തിൻ്റെ ഏകാഗ്രത എവിടെ? ഹൃദയത്തിൻ്റെ ശുദ്ധി എവിടെ? എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാം കെട്ടഴിഞ്ഞ് ഒരു കൂത്തരങ്ങ് പോലെ നടക്കുകയാണോ? പാടില്ല, പാടില്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് സമർപ്പണം പുതുക്കണം. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ അവിടെ അപ്പോസ്തലൻ പറയുന്നുണ്ട്, 5:27, കറ ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് അവൾക്ക് വേണ്ടി തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. എൻ്റെ സഭയാകുന്ന, എൻ്റെ മണവാട്ടിയാകുന്ന എൻ്റെ കന്യകയ്ക്ക് വേണ്ടി അവൾ കറ ചുളുക്കമൊന്നുമില്ലാത്തവളായി, കളങ്കമില്ലാത്തവളായി, ലോകത്തിൻ്റെ മാലിന്യം ഇല്ലാത്തവളായി അവൾ നിൽക്കേണ്ടതിന്, എനിക്ക് വേണ്ടി ഒരു നാൾ മധ്യാകാശത്തിലെ മണിപ്പന്തലിൽ എൻ്റെ മണവാട്ടി നിൽക്കേണ്ടതിന് കർത്താവ് എന്ത് ചെയ്തു? മണവാളൻ എന്ത് ചെയ്തു? ഈ പാപം നിറഞ്ഞ ലോകത്തിലേക്ക്, പാപത്തിൻ്റെ പരീക്ഷയും പ്രലോഭനമുള്ള ഈ ലോകത്തിലേക്ക് മനുഷ്യനായി കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നു. പാപം അവൻ ചെയ്തില്ല, പാപം അവന് തൊട്ടില്ല. പക്ഷേ പാപിയായ മനുഷ്യൻ വശീകരിക്കപ്പെടാൻ പോകുന്ന എല്ലാ സാഹചര്യങ്ങളും കൂടെ കർത്താവ് കടന്നുപോയി. എന്നിട്ട് എൻ്റെ കന്യക കറയും കളങ്കമില്ലാത്തവളായി ഒരു നാൾ മധ്യാകാശത്തിലെ ആ മണിപ്പന്തലിൽ നിൽക്കേണ്ടതിന് വേണ്ടി മണവാളനാകുന്ന ക്രിസ്തു നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. സ്തോത്രം. ക്രൂശിൽ തന്നെത്താൻ മരണം രുചി നോക്കി. നമ്മുടെ എല്ലാം പാപത്തിന് ശിക്ഷ അവൻ്റെ മേലായി. എൻ്റെ മണവാട്ടി, എൻ്റെ പ്രിയപ്പെട്ട കന്യക ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അവളെ ചിലപ്പോൾ പിശാച് ഒന്നൊന്ന് തോണ്ടിയെന്ന് വന്നേക്കും. അവന് പാപത്തിൻ്റെ ഒരു ചെറിയൊരു ലാഞ്ചന വന്നു എന്ന് വന്നേക്കും. അല്ല, ചിലപ്പോൾ അറിയാതൊരു പാപം വന്നുപോയി എന്ന് വന്നേക്കാം. എന്നാൽ എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശുക്രിസ്തു കാര്യസ്ഥൻ സ്വർഗത്തിലുണ്ട്. മകനെ, മകളെ, നീ നിരാശപ്പെടേണ്ട. നിനക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത് നിന്റെ പാപത്തിന് പരിഹാരം വരുത്തിയതായ മണവാളൻ അങ്ങ് സ്വർഗത്തിലുണ്ട്, വലതുഭാഗത്തുണ്ട്. നീ അവനോട് യാചിക്കുക. അപ്പോൾ യേശുവിൻ്റെ രക്തം വന്ന് നിന്നെ കഴുകും, നിന്റെ കറ മാറ്റിത്തരും. ഹല്ലേലൂയ. നിന്റെ കളങ്കം മാറ്റിത്തരും, നിന്റെ ചുളിവ് മാറ്റിത്തരും, നിന്റെ പാപങ്ങളെല്ലാം മാറ്റിത്തരും. നിന്നെ വീണ്ടും അവൻ്റെ കന്യകയായി മണവാട്ടിയായി കർത്താവ് യഥാസ്ഥാനപ്പെടുത്തും. സമർപ്പിക്കാൻ പാടില്ല നമുക്ക്?
ഇപ്പോൾ നമുക്ക് സമർപ്പണത്തിനായി ഒരുങ്ങാം. ദൈവത്തിന് സ്തോത്രം. അന്ന് ഇത്താഹിൻ്റെ മകള് പിന്നെ ജീവകാലം മുഴുവൻ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടുള്ള ജീവിച്ചതുപോലെ നമ്മെക്കുറിച്ചുള്ള വിളി അതാണ്. ദൈവത്തോടൊരിക്കൽ വാക്ക് പറഞ്ഞു, ഇന്ന് ആ വാക്ക് പറയുന്നു, യേശുവേ ഇനി ഞാൻ പുറകോട്ടില്ല. കർത്താവിന് സ്തോത്രം. കർത്താവേ ഇനി ഞാൻ നിന്റെ യേശുവിൻ്റെ തിരുശരീര രക്തങ്ങൾ കൊണ്ടുണ്ടാക്കിയ മോതിരമണിഞ്ഞ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടതായ ഒരു മണവാട്ടിയായി ഇന്നു മുതൽ ഞാൻ ജീവിക്കും. കർത്താവേ എനിക്ക് ഭയമില്ല, എനിക്ക് ശങ്കയില്ല. കാരണം എന്നെ കഴുകിയ രക്തമുണ്ട്, എന്നെ കഴുകുന്ന രക്തമുണ്ട്. ആ തിരുരക്തം ഇന്നലെയും ഇന്നും നാളെയും ആ തിരുരക്തം മതിയായതാണ്. കണ്ണുകൾ അടയ്ക്കാം, തലകൾ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, ജീവനുള്ള ദൈവത്തോട് നമുക്ക് യാചിക്കാം. യേശുവേ ഇപ്പോൾ പിന്മാറിപ്പോയ, വാക്ക് പറഞ്ഞിട്ടും വാക്ക് പാലിക്കാൻ പറ്റാതെ പല പല പാപങ്ങളിലേക്ക് പോയ ഞാനിതാ ലജ്ജയോടെ അടുത്തേക്ക് വരുന്നു. കർത്താവേ ഇന്ന് വരെയും ഒരു യഥാർത്ഥമായ സമർപ്പണം പറയാത്ത ഞാനിതാ നിന്റെ അരികിലേക്ക് കടന്നു വരുന്നു. കർത്താവേ ഇപ്പോൾ യഹോവയോട്, യേശുവിനോട് ഞാൻ പറയുകയാണ്, എൻ്റെ നാവ് തുറക്കുകയാണ്. ഹല്ലേലൂയ. നാവ് തുറന്ന് പറഞ്ഞുകൊള്ളൂ, യേശുവേ, എൻ്റെ യേശുവേ ഇന്ന് മുതൽ ഞാൻ നിന്റെ വക. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ കൂടി പറയൂ, യേശുവേ, എൻ്റെ യേശുവേ ഇന്ന് മുതൽ ഞാൻ നിന്റെ വക. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ കയ്യിലേക്ക്, നിങ്ങളുടെ വിരലിലേക്ക് യേശുവിൻ്റെ തിരുശരീര രക്തങ്ങൾ കൊണ്ടുണ്ടാക്കിയതായ ആ മോതിരം ഇപ്പോൾ കർത്താവ് അണിയിക്കുന്നു വിശ്വസിക്കുക. ഹല്ലേലൂയ. എല്ലാ കളങ്കവും കർത്താവ് മാറ്റി തരുന്നു വിശ്വസിക്കുക. ദൈവത്തിന് സ്തോത്രം. പുതുശക്തിയോടെ ചാടി എഴുന്നേൽക്കുക. ദൈവത്തിന് വേണ്ടി ജീവിക്കുക. പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ ദൈവമേ, കരുണയുള്ള കർത്താവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നാഥനെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളെ കഴുകുന്ന കുഞ്ഞാടിൻ്റെ തിരുരക്തത്തിനായി സ്തോത്രം. കർത്താവേ ഞങ്ങൾക്ക് പുതിയ സമർപ്പണങ്ങൾ തരുന്നതിനാൽ സ്തോത്രം. ദൈവത്തോട് ഞങ്ങൾ വാക്ക് പറയുന്ന ദിവസത്തിനായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണമേ, പുതുവലം പകരണമേ. കർത്താവേ യേശു രണ്ടാമത്തെ വരവിൽ നിഷ്കളങ്കയായ, കറയും കളങ്കവുമില്ലാത്ത കന്യകയായി ഞങ്ങൾ നിൽക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ എപ്പോഴും നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വത്തോടത്തേക്ക് മാത്രം എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ.